യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും PSC ആസ്ഥാനത്ത് തുടരുകയാണ്. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമം ഷജീറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റി ഇപ്പോൾ ഇവർ പുറത്ത് ഈ ആസ്ഥാനത്ത് കവാടത്തിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവർ പ്രധാനമായും പറയുന്നത് ഇന്ന് PSC ആസ്ഥാനത്ത് നിരവധി അഭിമുഖങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ അസിസ്റ്റന്റ് കൺസർവേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് ഒരു അഭിമുഖം നടക്കുന്നുണ്ട്. അത് സർക്കാർ തലത്തിൽ താൽക്കാലിക തസ്തികയായി നിലനിർത്തിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള അതിനോടൊപ്പം തന്നെ പുരാവസ്തു വകുപ്പിലെ ഡയറക്ടറിന്റെ സുഹൃത്തിന്റെ മകൻ കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണന് അനധികൃതമായി നിയമനം നൽകാൻ ശ്രമിക്കുന്നു. അത് അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേമം ഷജീറിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാൾക്ക് ചട്ടങ്ങൾ മറികടന്ന അഭിമുഖം നടത്തി നിയമനം നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. അതെ, ചട്ടങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം ഇത് സ്ഥിരപ്പെടുത്തിയ തസ്തികയല്ല. സ്ഥിരപ്പെടുത്തിയ തസ്തികയിലേക്ക് മാത്രമേ PSCക്ക് നിയമനം നടത്താൻ അധികാരമുള്ളൂ. അപ്പോൾ PSCയുടെ വഴിവിട്ട് ഉണ്ണികൃഷ്ണനെ സഹായിക്കുന്നു. അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം. 9:30 ഇവിടെ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്റർവ്യൂവിൽ ഒരാൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രം എങ്ങനെ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇഷ്ടം വന്ന തടയും ഈ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ഇടതുപക്ഷ അനുഭാവിയാണ് എന്നാണ് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ 9:30 മണിക്കാണ് അഭിമുഖം. അദ്ദേഹം മാത്രം, ഉണ്ണികൃഷ്ണൻ മാത്രമാണ് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അഭിമുഖത്തിന് എത്തിയാൽ തടയും എന്നുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം പോലീസ് ഈ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പ്രതിഷേധം തുടരും എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. സേതു. ഓക്കെ ഹാൻസ്, ശരി.